തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ നിന്ന് ഉപകരണങ്ങൾ കാണാതായെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന തള്ളി ഡോക്ടർ ഹാരിസ്. ഉപകരണങ്ങൾ നഷ്ടപ്പെടുകയോ കേടാവുകയോ ചെയ്തിട്ടില്ല. മനഃപൂർവ്വം ഉപകരണങ്ങൾ കേടാക്കിയെന്ന് വിദഗ്ധ സമിതി പറയില്ലെന്നും ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു. 20 ലക്ഷം രൂപയുടെ ഉപകരണം കാണാനില്ലെന്നായിരുന്നു വീണ ജോർജിന്റെ പ്രസ്താവന. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ നിന്നും ഉപകരണങ്ങൾ കാണാതായെന്ന ആരോഗ്യമന്ത്രിയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറയുന്നത്. രാവിലെ വൈകാരികമായിട്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യത്തെ പ്രതികരണം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ നിന്നും ഉപകരണങ്ങൾ കാണാതാവുകയോ കേടാവുകയോ ചെയ്തിട്ടില്ലെന്നാണ് വൈകുന്നേരം വീണ്ടും മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഹാരിസ് പറഞ്ഞത്. 14 ലക്ഷം രൂപ വില വരുന്ന ഓസിലോസ്കോപ്പിന്റെ എല്ലാ ഭാഗങ്ങളും ആശുപത്രിയിലുണ്ട്. ഉപകരണങ്ങൾ എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യപ്പെടാറുമുണ്ട്. ഇല്ല, അതിലൊന്നും കുഴപ്പമില്ല. അത് എല്ലാ വർഷവും ഓഡിറ്റ് ചെയ്യുന്നതാണ്. അതിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. കഴിഞ്ഞ വർഷം ഓഡിറ്റും കഴിഞ്ഞു. ഓഡിറ്റ് ചെയ്യുന്നതല്ലേ, എല്ലാ വർഷവും ഓഡിറ്റ് നടക്കുന്നതാണ്. ഈ കഴിഞ്ഞ വർഷം ഓഡിറ്റ് കഴിഞ്ഞാൽ അല്ല, അങ്ങനെ ഉപകരണം കാണാതായിട്ടൊന്നുമില്ല. അവിടെ ഉപകരണം കാണാതായ ഉപകരണങ്ങളൊന്നുമില്ല. ഇല്ല, അങ്ങനെ ഉപകരണ ഭാഗങ്ങളും കാണാതായിട്ടൊന്നുമില്ല. ഇല്ലില്ല, കാണാതായിട്ടില്ല. ഇല്ലില്ല, ഓസിലോസ്കോപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ട്. എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ട്. ഉപകരണങ്ങൾ മനഃപൂർവ്വം കേടാക്കിയെന്ന് വിദഗ്ധ സമിതി പറയില്ല. വിദഗ്ധ സമിതിക്ക് യൂറോളജി വകുപ്പിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ പരിശോധന നടത്താനുള്ള അനുമതിയോ സമയമോ ലഭിച്ചിരുന്നില്ല. മെമ്മോയിലുള്ള കാര്യങ്ങൾക്ക് മറുപടി നൽകും. ചട്ടവിരുദ്ധത എന്നത് മാത്രമാണ് കുറ്റമെന്നതിനാൽ കാര്യമായ നടപടി പ്രതീക്ഷിക്കുന്നില്ലെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. അറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കെതിരെ അങ്ങനെ വലിയ ആക്ഷനൊന്നുമില്ല. എനിക്ക് പിന്നെ ഇത് എൻക്വയറിയുടെ ഒരു ഭാഗമായിട്ട് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ എനിക്കെതിരെ അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല. മെമ്മോയിൽ പോലും അങ്ങനെ വലിയ ആരോപണങ്ങളൊന്നുമില്ല. വളരെ ചെറിയ സർക്കാരിൻ്റെ ചട്ടവിരുദ്ധം എന്നൊക്കെ ഉള്ളതേ ഉള്ളൂ. അതിനൊരു വിശദീകരണം കൊടുത്താൽ മതി എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഇത് വിദഗ്ധ സമിതിയിലെന്നോ ഒന്നാമത്തെ കാര്യം, അവർക്ക് ഇത് മൊത്തം നോക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ഇത് ഓപ്പറേഷൻ തിയേറ്ററിന് അകത്തിരിക്കുന്ന സാധനമാണ്. അവർക്ക് അതിനകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല. ഇത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. 2 ദിവസങ്ങളിലാണ് എൻക്വയറി നടന്നത്. അവർക്ക് ഇതിനകത്തൊന്നും കയറാനോ ഒന്നും അകത്ത് ചെക്ക് ചെയ്യാനോ ഒന്നും യാതൊരു തരത്തിലുള്ള സാവകാശവും കിട്ടിയില്ല. അതിനുള്ള അനുവാദങ്ങളും ഇല്ല. അവർ അതിനല്ല വന്നതും. അതേസമയം യൂറോളജി വിഭാഗത്തിൽ ആവശ്യമായ ചികിത്സാ ഉപകരണങ്ങൾ ലഭ്യമല്ലെന്ന് കാട്ടി ഡോക്ടർ ഹാരിസ് ചിറക്കൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും ആശുപത്രി വികസന സമിതിക്കും സെക്രട്ടറിക്കും നൽകിയ കത്തുകൾ പുറത്തുവന്നു. ഉപകരണങ്ങളില്ലാത്തതിനാൽ ചികിത്സ നൽകാൻ കഴിയുന്നില്ലെന്ന് കഴിഞ്ഞ മാർച്ചിലും ജൂണിലും ഡോക്ടർ ഹാരിസ് നൽകിയ കത്തുകൾ വെളിച്ചം കണ്ടതോടെ ഉപകരണക്ഷാമം അറിയിച്ചില്ലെന്ന സർക്കാർ വാദവും പൊളിഞ്ഞു വീണു. ജനം, തിരുവനന്തപുരം.